ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ എനിക്ക് പനി കൂടിപ്പോയതുകൊണ്ട് സൗണ്ട് ഒട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നും ഒട്ടും ശരിയായിട്ടില്ല. എന്തായാലും നമ്മൾ ഡെയിലി ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടാണ് നമ്മളിന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് നമ്മുടെ സ്വന്തം പടക്കളം മൂവിയാണ്. പടക്കളം മൂവി നമുക്കറിയാം ഇപ്പോൾ വലിയൊരു പോസിറ്റീവ് ട്രെൻഡിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ കളക്ഷൻ, തിങ്കളാഴ്ചത്തെ കളക്ഷൻ ഡേ 12 കേരള വന്നിരിക്കുന്നത് 58 ലക്ഷം രൂപയാണ്. അതായത് ഇപ്പോഴും കേരളത്തിൽ വലിയൊരു ഹോൾഡ് തന്നെയുണ്ട്. ഇപ്പം ഇറങ്ങിയിട്ട് 12 ദിവസമായെങ്കിലും ഇപ്പോഴും 50 ലക്ഷത്തിന് മുകളിലാണ് കേരളത്തിൽ നിന്നും വന്നിരിക്കുന്നത്. വേൾഡ് വൈഡ് ഇന്നലെ 61 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഇതുവരെയുള്ള 12 ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരള 7,48 ലക്ഷവും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 89 ലക്ഷവും, ഓവർസീസിൽ നിന്നും 270K, അതായത് ഏകദേശം 2,32 ലക്ഷം രൂപയുമാണ്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് വെറും 12 ദിവസം കൊണ്ട് 10,69 ലക്ഷം രൂപയാണ് നമ്മുടെ പടക്കളം മൂവിക്ക് കളക്ഷൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി നോക്കുകയാണെങ്കിൽ പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങിയിട്ട് ഇപ്പോൾ 11 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഡേ 11 കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരള വന്നിരിക്കുന്നത് 72 ലക്ഷം രൂപയാണ്. അപ്പോൾ പടക്കളത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലിയും വളരെ മികച്ചൊരു ഹോൾഡിൽ കൂടിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മാത്രം വേൾഡ് വൈഡ് 76 ലക്ഷം രൂപയും വന്നിട്ടുണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലിക്ക്. ഇനി ഇതുവരെയുള്ള ടോട്ടൽ 11 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരള 10,58 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യ 1,86 ലക്ഷം, ഓവർസീസ് 533K, അതായത് ഏകദേശം 4,58 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പ്രിൻസ് ആൻഡ് ഫാമിലി ടോട്ടൽ വേൾഡ് വൈഡ് 11 ദിവസം കൊണ്ട് 17,02 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ 20 കോടി മാർക്ക് മറികടന്ന് ഒരു ഹിറ്റ് ലേബലിലേക്കും പിന്നീട് അതിനുശേഷം ലോങ് റൺ കിട്ടുവാണെങ്കിൽ ഒരു സൂപ്പർ ഹിറ്റായിട്ടും മാറാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ തുടരും സിനിമ നോക്കാം. തുടരും സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ 25 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഡേ 25 തിങ്കളാഴ്ച ദിവസത്തെ കളക്ഷൻ നോക്കുവാണെങ്കിൽ ഇത് 4ാമത്തെ തിങ്കളാഴ്ചയാണ്. അപ്പോൾ 4ാമത്തെ തിങ്കളാഴ്ച കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നത് 1,26 ലക്ഷം രൂപയാണ്. അതായത് ഏകദേശം 1.25 കോടിക്ക് മുകളിൽ കളക്ഷൻ ഇപ്പോഴും വന്നിരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഒരു ദിവസം പോലും 1 കോടിക്ക് താഴെ കളക്ഷൻ പോയിട്ടില്ല. ഇന്നലെ മാത്രം വേൾഡ് വൈഡ് 1,40 ലക്ഷം രൂപയും വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 25 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരള 110,86 ലക്ഷം, അതായത് കേരളത്തിൽ നിന്ന് 111 കോടിയോളം രൂപ ഇപ്പം തന്നെ കളക്ഷൻ വന്നിട്ടുണ്ട് വെറും 25 ദിവസം കൊണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 19,70 ലക്ഷം, ഓവർസീസിൽ നിന്നും 10.77 മില്യൺ, അതായത് ഏകദേശം 92,19 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് വെറും 25 ദിവസം കൊണ്ട് 222,75 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് ഏകദേശം 223 കോടി രൂപ ആയിരിക്കുന്നു. അതായത് അപ്പം വരുന്ന 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് 225 കോടി മാർക്കും മറികടക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഫൈനൽ കളക്ഷൻ എന്തായാലും 230 കോടിക്ക് മുകളിൽ പോകുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ ഇത് ലാലേട്ടൻ്റെ കരിയറിൽ തന്നെ ഒരു വലിയ മികച്ച ഹിറ്റായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. നാളെ ഇതേ സമയത്ത് ഇതേ സിനിമകളുടെ പുതിയ കളക്ഷനും വാർത്തകളുമായിട്ട് അപ്പം നമുക്ക് നാളെ കാണാം.